ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചീര ഉലർത്തിയതും മീൻകറിയും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചീര ഇവിടെ എറണാകുളം സ്റ്റൈലിൽ വെക്കുന്നതാണ്. പച്ചച്ചീരയാണ്. പച്ചച്ചീര കത്തി ഉപയോഗിച്ച് അരിയൂല, വെറുതെ കൈകൊണ്ട് ഇലയൊക്കെ അടത്തി തണ്ട് ഒടിച്ചിടും. അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. ചെമ്മീനും ചേർത്ത് ഉലർത്തിയത്. അതിനു വേണ്ടി പച്ചമുളകും ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളിയും അരിഞ്ഞത് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് വെളിച്ചെണ്ണ പാകത്തിന് ഒഴിക്കുക. അതിന് വേണ്ട പാകത്തിന് ലേശം ഉപ്പും ഇടും. ചുവന്നുള്ളിയും പച്ചമുളകും വഴന്ന് വരുമ്പോഴത്തേക്കും അതിന് വേണ്ട പാകത്തിന് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചച്ചീര ഇതിലേക്ക് ഇടും. അതിന് മുമ്പ് പച്ചച്ചെമ്മീൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 പിടി ഇട്ടാൽ മതി, 3-4 അതിട്ട് ഒന്നുകൂടെ ഇതാക്കി. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഈ ചീരയിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ. അതുകൊണ്ട് ചെമ്മീനും ഉള്ളിയും വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചീര ഇടാം. ചീരയിട്ട് സിമ്മിൽ വെച്ചാണ് വേവിക്കേണ്ടത്. കടുപ്പ് സിമ്മിൽ വെച്ച് 10 മിനിറ്റോളം വേവിച്ചാൽ മതിയാവും. അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞ് ഇടയ്ക്ക് തുറന്ന് ഒന്നുകൂടെ ഇളക്കി വെച്ച് വെള്ളമൊക്കെ വറ്റിച്ച് നല്ലപോലെ ചിക്കി എടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ ചീര ഉലർത്ത് റെഡിയാവും. ചോറിനൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എറണാകുളം സ്റ്റൈലിലാണ് ഇങ്ങനെ അരിയാതെ ഇട്ട് ഞാൻ കഴിച്ചിട്ടുള്ളത്. കിഴക്കോട്ടൊക്കെ ഇത് നല്ല പൊടിയായിട്ട് അരിഞ്ഞ് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് പച്ചമുളക് ഇട്ടുള്ള ഒരു ചീര തോരനുണ്ട്. അതും സ്വാദിഷ്ടം തന്നെയാണ്. ഇത് വേറെ ഒരു സ്റ്റൈല്. അപ്പോൾ ഇങ്ങനെ ചെമ്മീനും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെമ്മീനിട്ട് ഉലർത്തി കഴിക്കാവുന്നതാണ്. പിന്നെ ഞങ്ങൾക്കിന്ന് മീൻ ആണ് കറിക്ക് കിട്ടിയത്. തിരുതയുടെ ചെറിയ മീൻ. അത് തേങ്ങാപ്പാലിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അതിനു വേണ്ടി 3-4 വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കും. ആവശ്യത്തിന് കരിവേപ്പില. മീൻ കഴുകി നല്ല വൃത്തിയാക്കി വിനാഗിരി ഒഴിച്ച് കഴുകിയെടുക്കാം. പാലുകറി വെക്കാനായതുകൊണ്ട് മല്ലിപ്പൊടി എടുക്കും. 2 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 2 കപ്പ് തേങ്ങാപ്പാൽ. അപ്പം ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി എല്ലാം കൂടെ വഴറ്റാൻ ഇടും. വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ മൊഴി. ആവശ്യത്തിന് ഉപ്പും ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചാൽ അരപ്പ് നല്ലപോലെ മൊരിച്ചെടുക്കാം. അരപ്പ് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന 2-ാം പാൽ ഒഴിക്കാം. അതിലേക്ക് പാകത്തിന് വിനാഗിരിയും ഇത്തിരി കുടംപുളിയും ഞാൻ ചേർത്തു. കുടംപുളിയും ഇട്ട് അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം. മീൻ കഷ്ണങ്ങളും പെറുക്കിയിട്ട് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1-ാം പാൽ ഒഴിക്കാം. 1-ാം പാൽ ഒഴിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് സിമ്മിൽ വെച്ച് തിളപ്പിക്കണം. 5-6 മിനിറ്റൊക്കെ തിളച്ചാൽ മതിയാവും മീൻ വേകാനായിട്ട്. അത് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് മീൻകറി റെഡിയായി കിട്ടും. ഇന്നത്തെ വിഭവം മീൻകറിയും ചീര ഉലർത്തിയതുമായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കി കറി ആസ്വദിക്കണം കേട്ടോ. ഓക്കെ.